ശ്രീ എ സജീവൻ, ഇപ്പോൾ ശശി തരൂർ എന്ത് ഐഡന്റിറ്റിയുമായി നിൽക്കണമെന്നുള്ളതാണ്? ഒരു രാഷ്ട്രീയക്കാരൻ എന്ന ഐഡന്റിറ്റി വേണമോ, അതോ വിശ്വപൗരൻ എന്ന ഐഡന്റിറ്റി വേണമോ? അങ്ങനെ ഒരു ഐഡന്റിറ്റി ക്രൈസിസിലാണോ അദ്ദേഹം നിൽക്കുന്നത്? അദ്ദേഹത്തിന് എന്താണ് വേണ്ടതെന്ന് കൃത്യമായി ബോധ്യമാകാത്തൊരു സാഹചര്യമാണോ ഇപ്പോൾ ഉള്ളത്? അദ്ദേഹത്തിന് നന്നായി രാഷ്ട്രീയക്കാരനെ തിളങ്ങി നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് തോന്നും ഞാൻ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ടെന്ന്. അങ്ങനെ പറയുമ്പോൾ പ്രശ്നമാകുമ്പോൾ തിരിച്ചു പറയും. ഇങ്ങനെ ഈ രൂപത്തിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. എന്താണ് അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ വേണ്ടതെന്നാണ് താങ്കളുടെ മനസ്സിലാക്കൽ? ശശി തരൂരിന് അത്തരത്തിലൊരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹത്തിന് രണ്ടാമത്തെ ഈ പ്രതികരണം, ആദ്യം വന്ന അത് നമ്മളെല്ലാവരും ചർച്ച ചെയ്ത കാര്യമാണ്. രണ്ടാമത്തെ പ്രതികരണത്തിൽ അദ്ദേഹം കൃത്യമായിട്ടും ആ കാര്യം ബോധ്യപ്പെടുത്തുന്നുണ്ട്. എൻ്റെ കഴിവ് പാർട്ടി കൃത്യമായിട്ടും ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഞാൻ വേറെ വഴി നോക്കും, എനിക്ക് നിരവധി വഴികളുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വഴി പാർട്ടി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ചില സ്ഥാനങ്ങൾ കൊടുക്കലാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ഈ ചർച്ചയിൽ പോലും പറഞ്ഞ കാര്യമുണ്ട്, ശശി തരൂരിന് എന്തെല്ലാം കൊടുത്തു. അദ്ദേഹം UN നിന്നും പെട്ടിയും മടക്കിയിട്ട് ഇവിടെ തിരിച്ചെത്തിയ ഉടൻ തന്നെ അദ്ദേഹത്തെ MP ആക്കി, കേന്ദ്രമന്ത്രിയാക്കി, തുടർച്ചയായ MP ആക്കി. അദ്ദേഹം പരാജയപ്പെടുന്നിടത്ത് അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റ് നേതാക്കന്മാരെല്ലാം പോയിട്ട് അദ്ദേഹത്തിന് ജയിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയാവുന്ന വർക്കിംഗ് കമ്മിറ്റിയുടെ ഒരു ഭാഗമാണ്. അദ്ദേഹം ഇങ്ങനെ പാർലമെൻ്ററി കമ്മിറ്റി സ്ഥാനങ്ങൾ അദ്ദേഹത്തിനുണ്ട്, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ അങ്ങനെയൊക്കെ കൊടുത്തില്ലേ എന്നുള്ള ചോദ്യമുണ്ട്. ശശി തരൂർ പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ ശശി തരൂരിന് ഇതേ കാര്യം വെച്ചുകൊണ്ട് ശശി തരൂരിനെ അംഗീകരിക്കുന്ന ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യം, ഇതേ കാര്യങ്ങളൊക്കെ ഇവിടെ ഇപ്പോൾ താക്കോൽ സ്ഥാനത്തേക്ക് വേണ്ടിയുള്ള മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ള നമ്മൾ ആ പേരൊഴിവാക്കി പറഞ്ഞാൽ താക്കോൽ സ്ഥാനത്തിലേക്ക് വേണ്ടിയിട്ട് ഓടുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിനുവേണ്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇതേപോലെ സ്ഥാനങ്ങൾ പലതും കിട്ടിയിട്ടുള്ളവരാണ്. പലതവണ മന്ത്രിമാരോ പലതവണ MP മാരോ പലതവണ MLA മാരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ തന്നെയാണുള്ളത്. ശശി തരൂരിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയല്ല. ശശി തരൂരിന് കൃത്യമായിട്ടും വേണ്ടത് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ഇവിടെ കേരളത്തിൽ അദ്ദേഹം ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും കേരളത്തിലെ താക്കോൽ സ്ഥാനം തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായും പറയുന്നത്, എനിക്ക് ഈ കോൺഗ്രസിൻ്റെ വോട്ടിന് അപ്പുറത്തേക്ക്, അത് തിരുവനന്തപുരത്ത് വോട്ട് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല, അദ്ദേഹം ഇതുവരെ ജയിച്ചു വന്നത് മാത്രം ഉദ്ദേശിച്ചല്ല, കേരളത്തിൽ മൊത്തമായിട്ട് എനിക്ക് കേരളത്തിന് അതിനപ്പുറത്തേക്കും അദ്ദേഹം ചിന്തിക്കുന്നുണ്ടാകാം, എനിക്ക് കോൺഗ്രസിൻ്റെ വോട്ടുകൾക്കപ്പുറത്തേക്കുള്ള ഒരു വോട്ട് ഷെയർ കൂടിയുണ്ട്, ശശി തരൂരിൻ്റെ വോട്ട് ഷെയർ എന്ന രീതിയിൽ വോട്ട് ഷെയർ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്, എനിക്ക് പിന്തുണ അല്ലാത്ത ഭാഗത്തു നിന്നും വരുന്നുണ്ട് എന്ന് പറയുന്നത് താക്കോൽ സ്ഥാനം എനിക്ക് വേണം എന്നുള്ള കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. അദ്ദേഹം കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ട് ഇനി അങ്ങനെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ട് മത്സരിച്ച് തോറ്റ ആളായതുകൊണ്ട് അത് വേണമെന്ന് പറയാൻ പറ്റില്ല, വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ട് അതിനപ്പുറത്തേക്കൊരു കമ്മിറ്റി ഇല്ലാത്തതുകൊണ്ട് അത് പറയാൻ പറ്റില്ല, അങ്ങനെ പലതും അദ്ദേഹത്തിന് ആവശ്യപ്പെടാൻ പറ്റില്ല. അദ്ദേഹത്തിന് ആവശ്യപ്പെടാവുന്ന കാര്യം അദ്ദേഹം ചോദിച്ചു വാങ്ങുന്നുണ്ട്. തന്നേക്കാൾ എന്തുകൊണ്ടും ഒരു പടി താഴെയാണ് മറ്റുള്ള ആളുകളെന്ന് വിശ്വസിക്കുന്ന ഒരു ഈഗോയിസ്റ്റ് കൂടിയാണ് ശശി തരൂർ. അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഞാൻ ഒരു വിശ്വപൗരനാണ് എന്നുള്ള തോന്നൽ, രാഷ്ട്രീയത്തിൽ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് എന്നുള്ള തോന്നലുള്ള ആളാണ്. അതിനെ ന്യായീകരിക്കുകയല്ല, അങ്ങനെ തോന്നുന്ന ആളുകളാണ് ബാക്കിയുള്ള ആളുകളും. ഈ ഓട്ടത്തിൽ ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ, ഇവിടെ KC വേണുഗോപാലായാലും VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും മുരളീധരനായാലും ഇവരൊക്കെ ആഗ്രഹിക്കുന്ന ഞാനാണ് ഏറ്റവും യോഗ്യൻ എന്നുള്ളത്. കഴിഞ്ഞ ദിവസം മുരളി പറയുകയും ചെയ്തു, എവിടെ എല്ലാ യോഗ്യന്മാരാണെന്നുള്ളത്. അതേപോലെ ഞാനും ഒരു യോഗ്യനാണ് എന്നത് ശശി തരൂർ തനിക്ക് വേണ്ടി കരയുന്ന ഒരവസ്ഥ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം മറ്റു രാഷ്ട്രീയ പാർട്ടികളിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നില്ല. കാരണം CPM-ലേക്ക് പോയാൽ അദ്ദേഹത്തിന് ഇതേപോലെ വിശ്വപൗരനായിട്ടോ കഴിയുന്നത്ര അഭിപ്രായങ്ങൾ പരസ്യമായി പറഞ്ഞുകൊണ്ട് സ്വന്തം നിലയ്ക്ക് പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. BJP-യിലും അദ്ദേഹത്തിന് അങ്ങനെയൊന്നും മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. നമുക്ക് അറിയാവുന്ന പോലെ അദ്ദേഹത്തിന് ഇവിടെ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഒന്നും കിട്ടിയില്ലെങ്കിൽ സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുന്നത് ഇതേപോലെ എഴുത്തും വായനയാണ്. അതിപ്പോൾ മോഹൻ പറഞ്ഞ പോലത്തെ ഒരിക്കലും നടക്കാത്ത സ്വപ്നമൊന്നും നമ്മൾ വിചാരിച്ച കാര്യമില്ല. ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 3/4 നൂറ്റാണ്ട് കഴിഞ്ഞല്ലോ. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇതുവരെ ഒന്നുമില്ലാത്ത ഒരു എന്ത് സ്ഥാനമാണ് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം ഉയർത്തിപ്പിടിക്കുന്ന ഒരു സ്ഥാനം കൊടുക്കാനുണ്ടാവുക? അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് BJP-യുടെ താല്പര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതായിരിക്കും.
BJP അല്ല അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇവിടെ കേരളത്തിലേക്ക് നേതൃസ്ഥാനത്തേക്ക് ഒരു മുഖമില്ല, മുഖം താനാണ് എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. ദേശീയ തലത്തിലെ മറ്റു സ്വപ്നങ്ങളിലേക്ക് അപ്പുറം അദ്ദേഹം ഇപ്പോൾ കേരളത്തിൽ അദ്ദേഹത്തിന് വേണ്ട സ്ഥാനം അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. അതാണ് സ്മൃതി ഞാൻ പറഞ്ഞത്. ശശി തരൂരിന് കൺഫ്യൂഷൻ ഒന്നുമില്ല. ശശി തരൂരിന് മുഖ്യമന്ത്രി സ്ഥാനം വേണം, അടുത്ത തവണ UDF അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം എനിക്ക് വേണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം നേരത്തെ BJP ലീഗിൻ്റെ ഒക്കെ നേതാക്കന്മാരെ കാണാൻ പോവുകയും അങ്ങനെ ഒരു പര്യടനം, കേരള പര്യടനം നടത്തുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. അതിനോട് യോജിക്കുകയല്ല, അത് നല്ലതാണെന്ന് പറയുകയല്ല. ശശി തരൂരിന് ഉള്ള താല്പര്യം പോലെ തന്നെയാണ് VD സതീശനും KC വേണുഗോപാലിനും രമേശ് ചെന്നിത്തലക്കും മുരളീധരനും ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ അതേപോലെ ശശി തരൂർ ആഗ്രഹിക്കാൻ പാടില്ല എന്ന് നമുക്കറിയാൻ പറ്റും. പിന്നീട് ശശി തരൂർ പറയുന്ന ഒരു കാര്യം ശരിയാണ്. ഇവിടെ 3 തവണ പരാജയപ്പെട്ടു ദേശീയ തലത്തിൽ കോൺഗ്രസ്. എന്ത് തരത്തിലുള്ള ഒരു തലപുകയുന്ന ചർച്ചയാണ് കോൺഗ്രസിനകത്ത് ഉണ്ടായിട്ടുള്ളത്? ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ കോൺഗ്രസ് എപ്പോഴും നടത്തിയിട്ടുണ്ടോ? അവർ ഞങ്ങളിതിനൊക്കെ പരിശോധിക്കുമെന്ന് പറയും, അതോടുകൂടി ഇപ്പോൾ അവസാനിക്കുന്നു. ഒരു തരത്തിലും ഇനി അടുത്ത തെരഞ്ഞെടുപ്പിലോ അത് കഴിഞ്ഞ് വരുന്നൊരു തെരഞ്ഞെടുപ്പിലോ ഏതെങ്കിലും ഒരു 10 തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്കെങ്കിലും ജയിക്കാനുള്ള ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കുന്നില്ല. കേരളത്തിലും അതാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.